അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സ്കൂളുകളിൽ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് അനുവദിക്കുന്നതിന് വേണ്ടി ഡാറ്റകൾ കളക്ട് ചെയ്യുക സ്വാഭാവികമാണ്. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഒരു സ്കൂളിൽ സംഭവിച്ചതാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വന്നിട്ട് കുട്ടിയോട് ചോദിക്കുകയാണ്, കുട്ടിയുടെ ഉപ്പയുടെ ജോലി എന്താണ്? ഒന്നോ രണ്ടോ മൂന്നോ ആവർത്തി ഈ ചോദ്യം ചോദിച്ചപ്പോഴും കുട്ടി ഒന്നും മിണ്ടുന്നില്ല. കുട്ടി കരയാൻ തുടങ്ങി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ ഉമ്മയും ഉപ്പയും തമ്മിൽ സെപ്പറേറ്റഡ് ആണ്. വർഷങ്ങളായിട്ട് ഈ ഒരു അവസ്ഥയിലാണ് അവരുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ഉപ്പ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, എന്ത് വരുമാനമാണ്, ഇതൊന്നും കുട്ടിക്ക് അറിയില്ല. എന്നാൽ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് പരസ്യമായി മറ്റു കുട്ടികളുടെ മുമ്പിൽ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു അപമാനമുണ്ട്, അല്ലെങ്കിൽ ഒരു അപകർഷതാബോധമുണ്ട്. ഇതാണ് ആ കുട്ടിയെ കരയാനും ആ ഒരു മാനസികാവസ്ഥയിലേക്കും എത്തിച്ചത്. അതുകൊണ്ട് രക്ഷിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മക്കൾക്ക് ആത്മവിശ്വാസം പകരുന്ന രൂപത്തിൽ കുടുംബ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ കുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് വ്യക്തിഗതമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് അവരെ ഓഫീസിൽ കൊണ്ടുപോകാൻ സാധിക്കും. അവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റും. മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ വെച്ച് നമ്മൾ ഇത്തരത്തിലുള്ള വിവരങ്ങൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റു കുട്ടികൾ ഈ കുട്ടിയെ കളിയാക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം കുട്ടികൾ അപക്വമായിട്ടായിരിക്കും പലപ്പോഴും കൗമാരത്തിൽ പെരുമാറുക. അതുകൊണ്ട് ഓരോ അധ്യാപകനും ഒരു കുട്ടിയുടെ സ്വകാര്യമായിട്ടുള്ള വിവരങ്ങൾ സ്കോളർഷിപ്പിനോ മറ്റു ആവശ്യങ്ങൾക്കോ വേണ്ടി ചോദിച്ചറിയുമ്പോൾ അതിന്റെ സ്വകാര്യത സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.